ഇന്ന് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ, ഒരു സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ ഇല്ലേ എന്ന് നമുക്കൊരു പിക്ക് എ കാർഡ് റീഡിങ് ചെയ്യാം. ഞാൻ ഷഫിൾ ചെയ്യാം, 2 കാർഡ് വയ്ക്കാം, അതിലൊന്ന് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ആൻസേഴ്സ് അതിലുണ്ടായിരിക്കും. പ്ലീസ് ഹെൽപ്പ്. Should my viewers wait for their partner to come back? എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പാർട്ട്ണർ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ? എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പാർട്ട്ണർ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ? കാർഡ് എടുക്കുകയാണേ. ഇതിൽ 2-ൽ കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 1, 2. ഇത് കാർഡ് 1 ആയിട്ട് എടുക്കുക. ശംഖുപുഷ്പം വെച്ചിരിക്കുന്ന കാർഡ് 1, റോസ് വെച്ചിരിക്കുന്ന കാർഡ് 2. ചൂസ് ചെയ്തോളൂ. നിങ്ങൾക്കൊരു സെക്കൻഡ് സമയമുണ്ട്. നോക്കട്ടെ. കാർഡ് 1 ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആൻസർ യെസ് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവർ ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഉള്ളതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ, അധികം താമസിയാതെ തന്നെ, ഒരു ക്ലാരിറ്റിയോടെ, ഒരു തീരുമാനത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി കാർഡ് 2കാർക്കുള്ളത്, കിങ് ഓഫ് കപ്സ്. ഉറപ്പായിട്ടും കാത്തിരിക്കാം. ഒരുപാട് സ്നേഹത്തോടെ, ബാലൻസോടെ, ഒരു തീരുമാനത്തോടെ അവർ വരും. ചിലപ്പോൾ ഒരു ചെറിയ ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കിങ് ഓഫ് കപ്സ് ഒരു എക്സ്പ്രഷൻ കുറവായിട്ടുള്ള ഒരു കാർഡാണ്. മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. യെസ് കാർഡ് തന്നെയാണ്. ഉറപ്പായിട്ടും വരും. ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. അതേസമയം ഏസ് ഓഫ് സോർട്സ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്.